ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് അപ്പം, ഇടിയപ്പം, പുട്ടുപീടിയോടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇതിനു മുമ്പ് ബീഫ് സ്റ്റൂ, അതുപോലെ ചിക്കൻ സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെയൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മുട്ട സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു മീഡിയം സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത്. ഞാൻ സ്റ്റൂവിൽ ചേർക്കാനായിട്ട് പൊട്ടറ്റോയും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസോ ഗ്രീൻ പീസോ ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാം. ഇത് സ്റ്റൂവിന് ആവശ്യമുള്ള തേങ്ങാപ്പാലാണ്. 1 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലും അതിനുശേഷം പിഴിഞ്ഞെടുത്ത 1 കപ്പ് 2-ാം പാലുമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഫ്രഷ് തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കോ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡറോ കലക്കി ചേർത്താൽ മതി. എന്നാൽ നമ്മൾ ഇതുപോലെ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്യുന്ന പാൽക്കപ്പയിൽ തേങ്ങാപ്പാൽ എടുക്കുന്ന വിധമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇത് സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായ കോഴിമുട്ടയാണ്. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതിവിടെ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോൾ മസാലയുടെ ടേസ്റ്റൊക്കെ മുട്ടയുടെ അകത്തൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേണം സ്റ്റൂ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രഷർ കുക്കർ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഏകദേശം ആ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്. വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണം. പ്രഷർ കുക്കർ ചൂടായപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ഏലക്ക, 1 ഇഞ്ച് നീളത്തിലുള്ള 1 കഷ്ണം പട്ട, 4 ഗ്രാമ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എണ്ണയിലിട്ട് പൊട്ടിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിക്കുന്ന ഭാഗവും മസാല ഇടുന്ന ഭാഗവും വീഡിയോയിൽ വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയതുകൊണ്ടാണ്. ഇപ്പോൾ സ്പൈസസ് ഒക്കെ നന്നായിട്ട് പൊട്ടി നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പൊടി ചേർക്കുമ്പോഴത്തേക്ക് സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. സവാളയൊന്നും ബ്രൗൺ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ബീൻസോ ഗ്രീൻ പീസൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ 2 പച്ചക്കറികൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് 2-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി പ്രഷർ കുക്കർ മൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറികൾ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ വെന്തുടഞ്ഞൊന്നും പോകരുത്. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറിയെല്ലാം നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ തുടങ്ങാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യിലൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തതും 1/2 ടീസ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചോപ്പ് ചെയ്തത് നമ്മൾ കുറച്ച് പച്ചക്കറി വേവിച്ചപ്പോൾ ചേർത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നത്. വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോഴത്തേക്ക് ഒരു നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വൈറ്റ് പെപ്പറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും വൈറ്റ് പെപ്പർ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ സാധാരണ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുത്താൽ മതി. മസാലയുടെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ മസാലയെല്ലാം മുട്ടയിലൊന്ന് പിടിക്കുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി 2 മിനിറ്റ് വെക്കാം. ഇപ്പോൾ പാൻ മൂടി വെച്ചിട്ട് 2 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്നതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ പച്ചക്കറിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് സ്റ്റൂ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി കിട്ടും. ഇപ്പോൾ സ്റ്റൂ നന്നായിട്ട് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. അവസാനം നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കറി തിളക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മല്ലിയില ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കൊതിയൂറും മുട്ട സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് ഭയങ്കര ടേസ്റ്റാണിത്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മുട്ട സ്റ്റൂവിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് റവ കൊണ്ടുള്ള സോഫ്റ്റ് അപ്പമാണ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് അപ്പമാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ തലേദിവസം അരച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതും കൂടെ കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റവ കൊണ്ടുള്ള ഈ സോഫ്റ്റ് യമ്മി അപ്പവും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സ്റ്റൂ ആണ്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID മെയിലിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്